രാജ്യത്ത് തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആ ദിവസം മുതൽ സർവേകളുടെ പെരുമഴക്കാലമാണ്. ഓരോ സർവേകളായി ഇങ്ങനെ പുറത്തു വരുമ്പോഴും അതിലൊക്കെ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് NDA സഖ്യം മൂന്നാമതും അധികാരത്തിലേറുമെന്നും അതുപോലെ തന്നെ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നാണ്. അങ്ങനെ ഓരോ സർവേകളിൽ നിന്നും പിന്നീട് മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ആ മാറ്റങ്ങളിൽ വലിയ തരത്തിലുള്ള വ്യത്യാസങ്ങളും വലിയ തരത്തിലുള്ള ആവേശവും ഒക്കെ പലർക്കും ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോഴിതാ വീണ്ടും ഒരു സർവേ വന്നിരിക്കുന്നു. താസ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേയിൽ പറയുന്നത് ആര് അധികാരത്തിൽ വരും, ആർക്കൊക്കെ എത്രത്തോളം സീറ്റുകൾ ലഭിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സർവേകൾ ഓരോന്ന് വരുമ്പോഴും അതിൽ പിന്നീട് അത് ആദ്യമൊക്കെ NDAക്ക് അനുകൂലമായിരുന്നെങ്കിൽ പിന്നെ വന്ന സർവേകളെല്ലാം ഇന്ത്യ മുന്നണിക്ക് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ്. ഈ സർവേയിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പറയേണ്ടത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ 17 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 17 ലോക്സഭാ സീറ്റുകളിൽ തെലങ്കാനയിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ലഭിക്കുക 2 സീറ്റുകൾ മാത്രമാണ്. 12 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും, 3 സീറ്റ് മറ്റുള്ളവർക്കും ലഭിക്കും. ഇനിയുള്ളത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 48 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതിൽ 16 എണ്ണം ലഭിക്കുക NDAക്കും 32 എണ്ണം ലഭിക്കുക ഇന്ത്യ സഖ്യത്തിനുമാണ്. ഛത്തീസ്ഗഡ് ആകട്ടെ, ഛത്തീസ്ഗഡിൽ ഉള്ള 11 സീറ്റുകളിൽ 4 സീറ്റ് NDAക്ക്, 3 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് എന്ന തരത്തിലേക്കാണ് പോകുന്നത്. വലിയ തരത്തിലുള്ള മുന്നേറ്റം ഓരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യ സഖ്യം നേടുന്നുണ്ട്. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഓരോ ഇടങ്ങളിലും ഉണ്ടാകുന്നത്. ഓരോ സ്ഥലത്തെയും വ്യത്യാസങ്ങളും അത്തരത്തിൽ തന്നെയാണ്. രാജസ്ഥാൻ എടുക്കുമ്പോൾ രാജസ്ഥാനിൽ 25 ലോക്സഭാ സീറ്റുകളുള്ള രാജസ്ഥാനിൽ 13 സീറ്റ് NDA സഖ്യം നേടുമ്പോൾ 12 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുക. മധ്യപ്രദേശ് ആകട്ടെ, മധ്യപ്രദേശിൽ 16 സീറ്റ് BJPക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ NDAക്ക് ലഭിക്കുമ്പോൾ 13 സീറ്റ് കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുകയും ചെയ്യും. ജാർഖണ്ഡിൽ 14 സീറ്റുകളുള്ള ലോക്സഭാ സീറ്റുള്ള ജാർഖണ്ഡിൽ 8 സീറ്റ് ലഭിക്കുക ഇന്ത്യ സഖ്യത്തിനും, 4 സീറ്റ് BJPക്ക് അല്ലെങ്കിൽ NDAക്കാണ് ലഭിക്കുക. ആസാം എടുക്കുമ്പോൾ ആസാമിൽ 14 ലോക്സഭാ സീറ്റുകളുള്ള ആസാമിൽ 9 സീറ്റ് NDAക്കും ഇന്ത്യ സഖ്യത്തിന് 5 സീറ്റ് ലഭിക്കും. പഞ്ചാബിൽ 13 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഈ 13 ലോക്സഭാ സീറ്റുകളിൽ BJPക്ക് 1 സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് താസ സർവേ പറയുന്നത്. അവിടെ 9 സീറ്റ് ലഭിക്കുക ഇന്ത്യ സഖ്യത്തിനും, 4 സീറ്റ് ലഭിക്കുക മറ്റുള്ള പ്രാദേശിക പാർട്ടികൾക്കുമാണ്. ഹരിയാനയിൽ 10 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അവിടെ 4 സീറ്റ് NDAക്കും 6 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും. ഉത്തരാഖണ്ഡിലാകട്ടെ 5 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അവിടെ 2 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും, 3 സീറ്റ് BJPക്ക്, NDAക്ക്, നരേന്ദ്രമോദിക്ക് അനുകൂലമായി നിൽക്കും. ഒഡീഷയിലെ 21 ലോക്സഭാ സീറ്റുകളിൽ 11 എണ്ണം ലഭിക്കുക അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്കാണ്. 5 എണ്ണം ഇന്ത്യ സഖ്യത്തിനും, 5 എണ്ണം NDAക്കും ലഭിക്കും. ആന്ധ്രാപ്രദേശിൽ 25 ലോക്സഭാ സീറ്റുകളുള്ള അവിടെ 14 സീറ്റുകൾ ലഭിക്കുക അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്കാണ്. 5 സീറ്റ് ലഭിക്കുക ഇന്ത്യ സഖ്യത്തിനും, 6 സീറ്റ് NDAക്കും ലഭിക്കും. കർണാടക വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്തിയ NDA സഖ്യം ഇത്തവണ ഏതാണ്ട് അപ്പാടെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് കർണാടകയിലുള്ളത്. അവിടെയുള്ള 28 ലോക്സഭാ സീറ്റുകളിൽ 12 എണ്ണമാണ് ഇത്തവണ BJPക്ക്, NDAക്ക് ലഭിക്കുക. 16 സീറ്റ് നേടുന്നത് ഇന്ത്യ സഖ്യമാണ്. അതായത് അവിടെ BJPക്ക് ഉണ്ടായിരുന്ന, NDAക്ക് ഉണ്ടായിരുന്ന പല സിറ്റിംഗ് സീറ്റുകൾ പോലും കർണാടകയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് താസ സർവേ പറയുന്നത്. ബംഗാളിലെ 42 ലോക്സഭാ സീറ്റിൽ 27 എണ്ണം ലഭിക്കുക അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്കാണ്. അതായത് ഇന്ത്യ സഖ്യത്തിലോ NDA സഖ്യത്തിലോ പെടാത്ത പാർട്ടികൾക്കാണ്. 5 സീറ്റ് ലഭിക്കുക ഇന്ത്യ സഖ്യത്തിനും, 10 സീറ്റ് NDAക്ക് ലഭിക്കും. ബീഹാറിലെ 40 സീറ്റിൽ 25 എണ്ണം ലഭിക്കുക ഇന്ത്യ സഖ്യത്തിനാണ്. ബാക്കിയുള്ള 15 എണ്ണം NDAക്ക് ലഭിക്കും. ഹിമാചൽ പ്രദേശിൽ 4 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ 2 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും, 2 സീറ്റ് NDAക്കും ലഭിക്കും. ഗോവയിൽ ഉള്ള 2 സീറ്റിൽ 1 BJPക്കും അല്ലെങ്കിൽ NDAക്കും, 1 ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും. മേഘാലയയിൽ 1 BJP, 1 ഇന്ത്യ സഖ്യം. ഇങ്ങനെയാണ് അവിടെയും പോകുന്നത്. അവിടെയുള്ളതും 2 ലോക്സഭാ സീറ്റുകളാണ്. ത്രിപുരയിലും 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ആ 2 ലഭിക്കുക NDAക്കാണ്. മണിപ്പൂരിലെ 2 സീറ്റ് അതൊരിക്കലും എന്തായാലും NDAക്ക് കിട്ടാൻ സാധ്യതയില്ല. അത് ലഭിക്കുക അങ്ങോട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം തന്നെയാണ്. കാരണം അത്രമാത്രം BJPയുടെ ദുർഭരണത്തിൽ, NDAയുടെ ദുർഭരണത്തിൽ
അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവിക്കുന്നുമുണ്ട്. നരകയാതനയാണ് അവിടുത്തെ ഓരോ ജനങ്ങളും അനുഭവിച്ചത്. അത് നാം കണ്ടതുമാണ്. ഇനിയുള്ളത് നാഗാലാൻഡ് ആണ്. നാഗാലാൻഡിൽ ഉള്ള 6 ലോക്സഭാ സീറ്റുകളിൽ 4 എണ്ണം NDAക്കും 2 എണ്ണം ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും. സിക്കിമിലുള്ള 1 സീറ്റ് അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. മിസോറാമിലെ 1 സീറ്റ് ഇന്ത്യ സഖ്യത്തിനോ അതുപോലെ NDA സഖ്യത്തിനോ ലഭിക്കില്ല. അവിടെയുള്ള പ്രാദേശിക പാർട്ടിക്കാണ് ലഭിക്കുക. ഗുജറാത്തിലെ 26 ലോക്സഭാ സീറ്റുകളിൽ അവിടെയും വലിയ വ്യത്യാസം, വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 18 സീറ്റാണ് NDAക്ക് ലഭിക്കുക. 8 സീറ്റ് ഇന്ത്യ സഖ്യത്തിനാണ് നേടാൻ സാധിക്കുക. ഉത്തർപ്രദേശ് ഒരുപക്ഷെ BJPയുടെ, NDAയുടെ, മോദിയുടെ ഒക്കെ ഏറ്റവും വിശാലമായ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്ന ഉത്തർപ്രദേശിൽ ഇത്തവണ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ ചലനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെയും സീറ്റ് നില എടുക്കുമ്പോൾ 80 ലോക്സഭാ സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിൽ 35 എണ്ണം ലഭിക്കുക ഇന്ത്യ സഖ്യത്തിനാണ്. 45 സീറ്റ് NDAക്ക് ലഭിക്കും. കഴിഞ്ഞ തവണ ഒരുപക്ഷെ 100-ൽ 100 എന്ന തരത്തിലേക്ക് പോയ NDA ഇത്തവണ 45 സീറ്റിൽ ഒതുങ്ങിപ്പോകുമെന്നാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള സർവേകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇനിയുള്ളത് തമിഴ്നാടാണ്. തമിഴ്നാടിൽ പല സർവേകളും പറയുന്നത് പലതരത്തിലാണെങ്കിൽ പോലും 39-ൽ 39 സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്നാണ് ഭൂരിഭാഗം സർവേകളും പറഞ്ഞിട്ടുള്ളതെങ്കിൽ താസ സർവേ പറയുന്നത് അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ 2 സീറ്റ് NDAക്ക് ലഭിക്കുമെന്നാണ് താസ സർവേ പറയുന്നത്. 37 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുമെന്നും പറയുന്നു. കേരളം എന്തായാലും വേറെ നോക്കേണ്ട ആവശ്യമില്ല. അവിടെ NDAക്ക് യാതൊരു പിൻബലവും ഇല്ല. NDAക്ക് ഒന്നും ചെയ്യാനും സാധിക്കില്ല. NDA അവിടെ സംയോജിതരായി തന്നെ നിലനിൽക്കും. അവിടെ ഇന്ത്യ സഖ്യം കേരളത്തിൽ ഇല്ല എങ്കിൽ പോലും അത് ലോകസഭയിലേക്ക് എത്തുമ്പോൾ അവിടെ കേരളത്തിൽ ജയിക്കുന്ന ആരായിരുന്നാലും അവിടെ ഒരുമിച്ച് തന്നെയാണ്, ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ്. കേരളത്തിൽ മാത്രമാണ് LDF, UDF എന്ന തരത്തിൽ നിൽക്കുന്നതെങ്കിലും ഇവരെല്ലാം ഇന്ത്യ സഖ്യത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ 20-ൽ 20 സീറ്റിൽ ലഭിക്കുക ഇന്ത്യ സഖ്യത്തിനാണ്. ഇനിയുള്ളത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിൽ 2 ലോക്സഭാ സീറ്റുകളാണുള്ളത്. അതിൽ 1 NDAക്കും 1 ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും. അങ്ങനെ ഓരോ ഇടത്തെയും വ്യത്യാസം നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞ അരുണാചൽ പ്രദേശ് വരെ എത്തിയപ്പോൾ 524 ലോക്സഭാ സീറ്റുകളാണ് എത്തിയത്. ഈ 524 ലോക്സഭാ സീറ്റുകൾ എടുക്കുമ്പോൾ തന്നെ 191 സീറ്റാണ് NDAക്ക് ലഭിക്കുക. പക്ഷേ ഇന്ത്യ സഖ്യത്തിന് അവിടെ 271 സീറ്റുകൾ ലഭിക്കുമെന്നാണ് താസ സർവേ പറയുന്നത്. മറ്റുള്ള സീറ്റ് എന്ന് പറയുന്നത് 62 ലോക്സഭാ സീറ്റുകളാണ്. ഈ 62 ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക പാർട്ടികളാണ്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവുമായോ NDA സഖ്യവുമായോ നിൽക്കാത്ത പാർട്ടികളാണ്. അവർ 62 സീറ്റുകൾ നേടും. അപ്പോഴും വലിയ തരത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്, വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നത് ഇന്ത്യ സഖ്യമാണ്. ഇനിയുള്ളത് ഡൽഹിയാണ്. ഡൽഹിയിലുള്ളത് 7 ലോക്സഭാ സീറ്റുകളാണ്. ഈ 7 ലോക്സഭാ സീറ്റുകളിൽ വലിയ തരത്തിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം തട്ടകമായ ഡൽഹിയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുക എന്നത് BJPക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബാലികേറ മല തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെയും ഒരുപക്ഷെ 5 സീറ്റുകളോളം നേടാൻ BJPക്ക് സാധിക്കുമെന്ന്, അല്ലെങ്കിൽ NDAക്ക് സാധിക്കുമെന്നാണ് സർവേ പറയുന്നത്. അതായത് താസ സർവേ പറയുന്നത് 2 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുക എന്നാണ് പറയുന്നത്. ജമ്മു കാശ്മീരിലുള്ള 5 സീറ്റിൽ 2 എണ്ണം BJPക്ക് അല്ലെങ്കിൽ NDAക്കും 3 സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും. ഇനിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എടുക്കുമ്പോൾ 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ വോട്ടുകൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ സീറ്റ് നില നോക്കുമ്പോൾ 2 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുക. 4 സീറ്റ് NDAക്ക് ലഭിക്കും. അങ്ങനെ വലിയ തരത്തിൽ മാറ്റങ്ങൾ വന്നാൽ പോലും രാജ്യത്തെ എല്ലാ ലോക്സഭാ സീറ്റുകൾ എടുക്കുമ്പോൾ, എല്ലാ സംസ്ഥാനങ്ങളിലെ സീറ്റ് എടുക്കുമ്പോഴും BJPക്ക് NDAക്ക് താസ സർവേ പറയുന്നത് 200 സീറ്റുകൾ മാത്രമാണ്. അവിടെ 283 സീറ്റുകൾ നേടി മുന്നേറ്റം ഉണ്ടാക്കുന്നത്, വലിയ തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഇന്ത്യ സഖ്യമാണ്. 283 വോട്ടിന്റെ അല്ലെങ്കിൽ 283 സീറ്റിന്റെ വൻ ഭൂരിപക്ഷത്തിൽ വലിയ നേട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യം കടക്കുമെന്നും അത് രാജ്യത്ത് വലിയ രാഷ്ട്രീയ മാറ്റമുണ്ടാക്കുമെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമെന്നുമാണ് താസ സർവേ പറയുന്നത്. നമുക്കറിയാം 6 ഘട്ട തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ 6 ഘട്ട തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്.
വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നും സാധിച്ചു എന്നുമുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവേകളും ഏതാണ്ട് പറയുന്നത്, അടിസ്ഥാനമാക്കുന്നത് എല്ലാം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്.